മുസ്തഫ, സുധാകരനും കുഴപ്പമില്ല, വി ഡി സതീശനും കുഴപ്പമില്ല, കുഴപ്പം നിങ്ങൾക്കാണ്. പിന്നെ ആർക്കാ കുഴപ്പം? ഞങ്ങൾക്കും കുഴപ്പം, യുഡിഎഫിന്റെ ഒരു നേതാക്കന്മാർക്ക് ഒരു കക്ഷിക്കും കുഴപ്പം. പിന്നെ ആർക്കാ ഇവിടെ കുഴപ്പം? ഇത് കേട്ടിരിക്കുന്ന ഇവിടെ CPM അവർക്ക് കുഴപ്പമുണ്ടെങ്കിൽ അവരവരുടെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് അപലപിക്കട്ടെ. ഞങ്ങൾ ഇതിനെക്കുറിച്ച് അപലപിക്കാനും പോകുന്നില്ല. ഞങ്ങൾക്കൊട്ട് ദുഃഖവുമില്ല, സങ്കടവും ഇല്ല, യാതൊരു പിണക്കവും ഇല്ല. നികേഷേ, മൈ ഒപ്പീനിയൻ, അവിടെ കുഴപ്പമുണ്ട്. കാരണം സുധാകരൻ അങ്ങനെ പറയുന്നതെല്ലാം അംഗീകരിച്ചു പോകുന്നതാണെങ്കിൽ, ഇപ്പോൾ UDFന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സുധാകരൻ അങ്ങനെ പറയുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ്, അതിലൊരു കുഴപ്പവും കാണുന്നില്ലെങ്കിൽ ലീഗിന്റെ 3ാം സീറ്റ് മാത്രമല്ലല്ലോ പ്രശ്നം. ലീഗ് ഉൾപ്പെടെ, സജി മഞ്ഞക്കടമ്പന്റെ കേരള കോൺഗ്രസ് ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ എല്ലാവരും വലിയ ഭീഷണിയായി കാണുന്ന RSSന് ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തത് ഞാനാണ്. കണ്ണൂരിൽ CPMകാർ RSSന്റെ ശാഖ തടയാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരെ വിട്ട് RSSന് സംരക്ഷണം കൊടുത്തു. എനിക്ക് തോന്നിയാൽ ഞാൻ RSSൽ പോകും. ഇതെല്ലാം സജി മഞ്ഞക്കടമ്പൻ അംഗീകരിക്കുന്നുണ്ടോ? ഇതൊക്കെ KPCC പ്രസിഡന്റ് K സുധാകരന്റെ വർത്തമാനങ്ങളാണ്, വലിയ പ്രസംഗങ്ങളാണ്. സ്നേഹിച്ച് വിളിച്ചതുപോലെ VD സതീശനെ സ്നേഹിച്ച് വിളിച്ചതുപോലെ കുഴപ്പമില്ലാത്ത വർത്തമാനമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. നിങ്ങൾ ഗൗരവമായിട്ട് ഈ രാഷ്ട്രീയത്തെ കാണണം. എത്ര ഭീകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിങ്ങൾ SFIക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, DYFIക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് കിട്ടില്ല. സജി, നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞത് ഈ ബൈ ഇലക്ഷനിൽ? പിണറായിയെ പറഞ്ഞു, പിണറായിയുടെ മകളെ പറഞ്ഞു, SFIക്കാരെ പറഞ്ഞു, എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് ജനം എങ്ങനെയാ ഇപ്പോ പ്രതികരിച്ചിട്ടുള്ളത്? ജനം എങ്ങനെയാ ഇതിനെല്ലാം കണ്ടിട്ടുള്ളത്? UDFന്റെയും നിങ്ങളെ സഹായിക്കുന്ന ചിലരുടെയും ചില മാധ്യമങ്ങളുടെയും എല്ലാം സഹായത്തോടെ നടത്തുന്ന ഈ വ്യാജ പ്രതീതി സൃഷ്ടിക്കാനുള്ള പ്രചരണങ്ങളെ മുഴുവൻ നാട് തള്ളിക്കളഞ്ഞില്ലേ? അത് മുന്നിലിരിക്കെ, അങ്ങനെ ഒരു ജനവിധി ഇന്നലെ വന്നത് മുന്നിലിരിക്കെ പിന്നെയും ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ യഥാർത്ഥ പ്രശ്നം നിങ്ങൾ അങ്ങേറ്റം, നിങ്ങൾ ഈ 2019 ദിവാസ്വപ്നത്തിൽ ഇരിക്കല്ലേ. 2019 എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യം, സവിശേഷമായ സാഹചര്യം. അതിനുശേഷം സജി മഞ്ഞക്കടമ്പൻ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. അങ്ങനെ ഒഴുകി വന്നിട്ടാണ് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്താ കേരളം പ്രതികരിച്ചത്? 2019 റിസൾട്ടാണോ? UDFനെ കൊണ്ടു നടന്ന റിസൾട്ടാണോ 2020 ലോക്കൽ ബോഡി ഇലക്ഷനിലും 2021 നിയമസഭാ ഇലക്ഷനിലും കേരളത്തിലുണ്ടായിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ 11ാം മണിക്കൂറിൽ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതല്ലേ വന്നിരിക്കുന്ന വിധി. അതുകൊണ്ട് 2019 ഒരു ദിവാസ്വപ്നത്തിൽ ഇരുന്നിട്ട് എന്തോ ഞങ്ങൾ അങ്ങ് വലിയ നിലയിലായി പോകും എന്ന് കരുതുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. നിങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ പോലും കോൺഗ്രസിന് യോജിച്ചു പോകാൻ കഴിയുന്നില്ല. പിന്നെയല്ലേ നിങ്ങൾ മുന്നണി ഒന്നിച്ചു പോകുന്നത്? സജിയുടെ പാർട്ടിയിൽ പോകുന്നുണ്ടോ? ഇപ്പൊ സജിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് വലിയ അടി നടക്കുന്നു കോട്ടയത്ത് എന്നുള്ളതല്ലേ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള അവസ്ഥയാണ് UDFനകത്തുള്ളത്. UDFല് ആകെ പ്രശ്നമാണ്, ഓരോ പാർട്ടിക്കകത്തും പ്രശ്നമാണ്. എന്താ ലീഗിനകത്ത് തന്നെയുള്ള വിഷയം? മറ്റു കാര്യങ്ങളിലേക്ക് വരാം. Debate with MV Nikesh Kumar.